ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1.5 കപ്പ് തേങ്ങ ചിരുകിയതാണ്. തേങ്ങയും കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മളിതാ ഇങ്ങനെ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഇതിൽ വെച്ച് കുറവ് ചേർക്കരുതേ. നമ്മൾ കൂടുതൽ തേങ്ങ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒത്തിരി നേരമൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് നേരം തന്നെ മതിയാകും. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ശർക്കര പൊടിയാണ്. ഇത് കല്ലും മണ്ണൊന്നുള്ള ശർക്കരയല്ല, അതാണ് ഞാൻ ഡയറക്റ്റ് ചേർത്തത്. ഇപ്പോൾ നിങ്ങളെടുക്കണ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാനിയാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഈ ശർക്കരയൊക്കെ പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട്. ഈ ഒരളവിൽ ശർക്കരപ്പൊടി ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് മീഡിയം മധുരമാണ് ഉണ്ടാവുക. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ശർക്കരപ്പൊടി ചേർത്താൽ മതി കേട്ടോ. ഇവിടെ നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമ്മുടെ ഈ ഒരു പലഹാരം കഴിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ ചക്കപ്പഴമാണ്. ചക്ക എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള ചക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല, കുറച്ച് കൂടുതലായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ റെഡിയാക്കുന്നത് ചക്ക കൊണ്ടുള്ള പലഹാരമാണ്. നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്തും ചക്ക മിക്സ് ചെയ്യണുണ്ട്. പക്ഷേ ഈ ഒരു ഫില്ലിങ്ങിൽ കൂടെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം കഴിക്കണ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. 1-2 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൂടെ ഇതിലേക്ക് ചേർക്കണുണ്ട്. പഴം എടുക്കുമ്പോഴും നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ ചെറുപഴമൊക്കെ ചേർക്കുന്നതിലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക നേന്ത്രപ്പഴം ചേർക്കുമ്പോഴാണ്. ഇങ്ങനെ 1-2 മിനിറ്റ് നേരം മാത്രം നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. പഴമൊന്നും നല്ലപോലെ വെന്തുടഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ളു ഉപ്പും നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം പഴമൊക്കെ ഇങ്ങനെ വലിയ പീസായിട്ടൊക്കെ കിടക്കണുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം. നല്ലപോലെ ഉടച്ചു കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള മാവ് റെഡിയാക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. കൂടെ തന്നെ 2 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എടുക്കേണ്ടത് 1 കപ്പ് ചക്കപ്പഴമാണ്. ഞാൻ അരഞ്ഞു കിട്ടാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തുവെന്നേ ഉള്ളൂ. ഇത് നല്ലോണം പഴുത്തിട്ടുള്ള ചക്കയാണ്. നമ്മൾ ഇതുപോലത്തെ പലഹാരമൊക്കെ റെഡിയാക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള ചക്ക എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഈ ഒരളവിൽ തന്നെ ചക്ക എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് എടുത്താലും നല്ലത് തന്നെയാണ്. കൂടുതലായിട്ട് നമ്മൾ ചേർക്കും തോറും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ചക്കയുടെ നല്ല ഫ്ലേവർ തന്നെ ഉണ്ടാവും. ഇതിങ്ങനെ നമ്മൾ അരച്ചെടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടാനായിട്ട് നല്ല പാടായിരിക്കും. അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയിലെ അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സാക്കിയും കൂടെ കൊടുക്കാം. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കരുത്. അതുപോലെ വെള്ളത്തിന് ചെറിയൊരു ചൂട് മാത്രം മതിയാകും. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചക്കപ്പഴമില്ലേ, ആ ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് മുന്നിട്ട് നിൽക്കുക. നമ്മുടെ ചാനലിൽ കുറേ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എനിക്കിത് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടാനായിട്ട് 1 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. ദോശമാവൊക്കെ പോലെ ഒത്തിരി ലൂസായിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടേ. ഇങ്ങനെ കുഴഞ്ഞിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ഇതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇനി ഈ മാവിലേക്ക് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം.
ഇതൊന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കണത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെയും പഴത്തിൻ്റെയും ചക്കയുടെയും ഒക്കെ ആ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മിക്സിൽ നിന്നും മുഴുവനും ഇപ്പോൾ ചേർത്തിട്ടില്ല, 1/4 ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനായിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ സമയം ഇതിലേക്ക് നെയ്യും ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ ചേർക്കണില്ല. നല്ലപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് വാഴയിലയാണ്. നമ്മൾ ഷേപ്പാക്കണ സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ഈ വാഴയിലയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ നന്നായിരിക്കും. ഇനി ഇതിൽ നിന്നും ഒരലി എടുത്തിട്ട് ദാ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെയും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇതിൽ നിന്നും 1-2 ടീസ്പൂൺ നമുക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ദാ ഈ ഒരു മാവിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ദാ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൂടെ കൊടുക്കാം. അതിനുശേഷം ദാ ഇതിങ്ങനെ 4 സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കാം. ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമില്ലേ, ഇത് ദാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലായിട്ടും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ലോക്കായിട്ട് കൂടെ ഇരുന്നോളും. നമ്മളെടുക്കുന്ന വാഴയിലയുടെ ലെങ്ത് അനുസരിച്ചിട്ട് ഈ ഒരു വലുപ്പത്തിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കണത്. ഇത് ചെറിയ ഇഡ്ഡലി പാത്രമല്ലേ, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് വേവിച്ചിട്ടെടുക്കണത്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എനിക്കിത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് 10 മിനിറ്റാണ് സമയമെടുത്തത്. ഓരോ അടുപ്പനുസരിച്ചിട്ട് ഈ ഒരു സമയത്തിൽ വ്യത്യാസം വരാം. ദാ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. സാധാരണ നമ്മൾ ചക്കപ്പഴം കൊണ്ട് അടയല്ലേ ഉണ്ടാക്കാറ്, അന്നേരം നമ്മൾ നടുവിലായിട്ടല്ലേ ആ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുക. അതിന് പകരമായിട്ട് ആ ഫില്ലിങ്ങൊക്കെ മിക്സ് ചെയ്തിട്ട് നേന്ത്രപ്പഴം കൂടെ ചേർത്തിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്കണേ. ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് കൂടി നമ്മൾ കുറച്ച് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് കഴിക്കാനും നല്ല രുചി തന്നെയാണ് കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്